ഒരു കാര്യം ചെയ്യ്, ആ ഭാരം ഇറക്കി നേരെ അങ്ങോട്ടേക്ക് വെച്ചു. അതാകുമ്പോഴത്തേക്ക് വെള്ളത്തിലങ്ങ് അലിഞ്ഞു പോകും. അല്ലെങ്കിൽ വല്ല മീനും കൊത്തി തിന്നോളും. അങ്ങനെ പറയല്ലേ ശിവാനി, പ്ലീസ്. എടാ, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോവാൻ പോണ്. നേരെ വായി കിടന്നു പോലെ ശിവാനി. ഒരു കാര്യം ചെയ്യ്, ആ ഭാരം ഇറക്കി നേരെ അങ്ങോട്ടേക്ക് വെച്ചു. അതാകുമ്പോഴത്തേക്ക് വെള്ളത്തിലങ്ങ് അലിഞ്ഞു പോകും. അല്ലെങ്കിൽ വല്ല മീനും കൊത്തി തിന്നോളും. അങ്ങനെ പറയല്ലേ ശിവാനി, പ്ലീസ്. എടാ, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോവാൻ പോണ്. നേരെ വായി കിടന്നു പോലെ ശിവാനി. നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് ഉപ്പും മുളകും അനുബന്ധമായ ഒരു വീഡിയോയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്താണ് പാറമേയുടെ വീട്ടിൽ സംഭവിക്കുന്നത് എന്ന് കൗതുകത്തോടെ, അത്ഭുതത്തോടെ, സങ്കടത്തോടെയാണ് ഉപ്പും മുളകും പ്രേമികളാകുകയും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തു സംഭവിച്ചു ശിവാനിക്ക് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇന്ന് ഉപ്പും മുളകും പ്രേമികളൊക്കെ തന്നെ. ശിവാനി പാറമട കുളത്തിൽ വീണു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്താണ് സംഭവിച്ചത്? രണ്ടാം ദിവസവും സസ്പെൻസ് നിലനിർത്തുകയാണ് ഉപ്പും മുളകും വീട്. ശിവാനിയെ കാണാനില്ല. ഷിബു റോക്സുമായിട്ടുള്ള ഒരു അടിപിടിക്കിടെ ശിവാനി പാറമടയിലേക്ക് വീണു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്താകുമെന്ന് നമുക്ക് വീണ്ടും കാത്തിരിക്കേണ്ടി വരുകയാണ്. അടുത്ത എപ്പിസോഡ് നാളെ വരുന്നതുവരെയും സസ്പെൻസ് തുടരുകയാണ്. എന്തായാലും നല്ല എപ്പിസോഡായിരുന്നു എന്ന് പറയാം. പക്ഷേ ശിവാനിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള കാത്തിരിപ്പ് വളരെ തുടരുകയാണ് എന്ന് തന്നെ പറയാം. സങ്കടത്തോടു കൂടി തന്നെയാണ് ഉപ്പും മുളകും പ്രേമികൾ കാണുന്നത്. ശിവാനിയുടെ മൊബൈൽ ഫോണും അതേപോലെ തന്നെ ചെരുപ്പുമൊക്കെ പാറമടയ്ക്ക് സമീപത്ത് നിന്ന് കിട്ടിയപ്പോൾ അത് കൂടുതൽ സസ്പെൻസും സങ്കടവും ഒക്കെ ഉപ്പും മുളകും പ്രേമികൾക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണെന്ന് സംഭവിക്കുന്നത്. എന്തായാലും നാളത്തെ ഒരു എപ്പിസോഡ് വരുമ്പോൾ ഇതിൻ്റെ ശരിയായ കാര്യങ്ങൾ അറിയാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം.